ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, മുൾക്കിടം ചൂടിയവനെ പരിശുദ്ധപരമേ ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്ക് വേണ്ടി മഹത്വപൂർണ്ണനായി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യണം. ഇവിടെ ഓൺലൈനിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഈ ആശീർവദികളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാകുന്ന വലതുകരം ഈ ഓരോ മക്കളുടെ ശിരസിനും വെക്കണം. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സാമ്പത്തികമായ ദുരിതങ്ങൾ, കുടുംബ തകർച്ചകൾ, ലഹരിയുടെ ആസക്തികൾ എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഇസ്രായേലിൽ ഇതുപോലെ തന്നെ ലോത്തിന്റെ സ്വഭാവമുള്ള വേറൊരു കക്ഷി ഉണ്ടായിരുന്നു. യഹോഷാഫാത്ത് രാജാവാണ്. അയാളും ഉടമ്പടിയുടെ ആനുകൂല്യം ഗുണഭോക്താവായ ഒരു മനുഷ്യനാണ്. യഹോഷാഫാത്ത് രാജാവെന്ന് തന്നെയല്ല, സൗളിൻ്റെ കാലത്തിന് ശേഷം ദാവീദിൻ്റെ കാലത്തോടു കൂടി ദൈവം ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്തു. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രക്ഷകൻ വരെ ജനിച്ചത്. ആ ദാവീദ് മുതൽ രക്ഷകൻ വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലുള്ള ഇസ്രായേൽ രാജാക്കന്മാരും, സോളമൻ ഉൾപ്പെടെ ജെറോബാം, ജക്കോബാം, ആഹാസ് ഒഴിച്ച് ഹെസക്കിയ ഉൾപ്പെടെ എല്ലാവരും ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. പക്ഷെ അവർക്ക് ചിലർക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ് യഹോഷാഫാത്തിനെ അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് ഇപ്പോൾ വചനം പറയും. ശ്രദ്ധിക്കട്ടെ. ദിനവൃത്താന്തം 20:33. ദിനവൃത്താന്തം 20:33. ദിനവൃത്താന്തം 20:33. 2 ദിനവൃത്താന്ത പുസ്തകം ക്രോണിക്കൽ, സെക്കൻഡ് ക്രോണിക്കൽ 20:33. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല, തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിന്റെ തകർച്ചയുടെ കാരണമാണ്. ലോത്തിന്റെ വകുപ്പിൽപ്പെടുന്ന ആളാണിത്. ഉടമ്പടിയുടെ സഹകാരിയാണ്, ഗുണഭോക്താവാണ്. 32 വയസ്സ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. തന്റെ പിതാവായ പറഞ്ഞേ, ആസായുടെ മാർഗത്തിൽ നിന്ന്. അതാണ് ഉടമ്പടി മാർഗം എന്ന് പറയുന്നത്. മാർഗത്തിൽ നിന്ന് വായിച്ചോളൂ. വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. കർത്താവിന്റെ മുൻപാകെ നീതിയായി പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ദാറ്റ്സ് ദ പോയിന്റ്. ഇയാൾ ഉടമ്പടിയോട് സഹകരിക്കുന്ന ആളാണ്. അഹാസിൻ്റെ ഉടമ്പടി, അപ്പൻ്റെ ഉടമ്പടി, അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചു പോകുന്ന ആളാണ് യഹോഷാഫാത്ത്. എന്തായൊക്കെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളിങ്ങനെ നീതിയായിട്ടൊക്കെയാണ് ഭരിക്കണത്, അതുപോലെ തന്നെ സത്യമായിട്ടൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യം കക്ഷി കോംപ്രമൈസ് ചെയ്തില്ല. എന്താണ്? പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. പൂജാഗിരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇസ്രയേലല്ലാത്തവർ ആരാധിക്കുന്ന ദൈവസ്ഥാനങ്ങളാണ്. അന്നത്തെ പ്രാചീന ഗോത്രവർഗ്ഗക്കാർ അവിടെ ആരാധനയിലെ ഉപയോഗിച്ചിരുന്നത് വ്യഭിചാരമാണ്. അതാണ് പ്രോബ്ലം. പൂജാഗിരിയുടെ പ്രശ്നം അതാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്നതിന് വേണം അവർ പ്രസാദിപ്പിക്കാൻ വേണ്ടി പുരുഷൻ സ്ത്രീയൊക്കെ വന്ന് ഈ പൂജാഗിരിയിൽ വ്യഭിചരിച്ചിട്ട് പോകും. ഇത്തരം ഒത്തിരിയേറെ ഉയർന്ന സ്ഥലങ്ങൾ യഹോഷാഫാത്ത് രാജാവിൻ്റെ കാലത്തുണ്ടായി.
ഇത് തച്ചുടച്ച് കളയണം, എന്നാലേ രാജ്യം വിശുദ്ധി ജീവിക്കത്തുള്ളെന്ന് എത്രയോ പ്രവാചകന്മാർ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ ഈ വോട്ട് കാരണവും ജനങ്ങൾ അങ്ങനെ മെച്ചമായ ജീവിതം നയിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം പുള്ളിക്കാരൻ അതിനോട് ഒത്തുതീർന്ന് പൂജാഗിരികളെ നിലനിർത്തി. അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൂജാഗിരികളെന്ന് പറയുമ്പോൾ നിങ്ങളെ അച്ഛന്മാർക്ക് ജീവിതത്തിന് പോകണമെന്നല്ല അച്ഛൻ പറയണത്. ഒരു പക്ഷേ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കണ്ടൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം. പൂജാഗിരികൾ ചില സമയത്ത് ചില ആൾക്കാരുള്ള വെറുപ്പായിരിക്കും, ചിലപ്പോൾ ചില വിഷയത്തിലുള്ള ആസക്തിയായിരിക്കും. ഞാനൊരിക്കൽ ഒരു മരിപ്പിന് പോയപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മ 6 പവൻ്റെ പിണ്ടിമാല വിട്ട് കുഴിക്കേ നിൽക്കണ ഞാൻ കാഴ്ച കണ്ട്. കാരണം അത് അവർ ചട്ടടകത്ത് കിടന്ന മാലയാണതേ. അവർ അവിടെ ഉള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുനിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഈ തുടൽ പോലെ സ്വർണ്ണമാല കിടക്കുക. ഇതൊരു ആസക്തിയാണ്, ഒരു പൂജാഗിരിയാണ്. നിങ്ങൾക്ക് വസ്ത്രത്തോടോ സ്വർണത്തോടോ പണത്തോടോ ബന്ധങ്ങളോടോ ആസക്തി ഉണ്ടായാൽ ഉടമ്പടിയിൽ നിനക്ക് ദൈവത്തിൻ്റെ, കാരണം നീ വസ്തുക്കളിലുമാണ് നീ ആശ്രയിക്കുന്നത്. ചിലർക്ക് തെറ്റായ ബന്ധങ്ങളുണ്ടാകും, ചിലപ്പോൾ ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ മൊബൈലിൽ എപ്പോഴും അവർ മോശം വർത്തമാനം പറയുകയോ ചാറ്റ് ചെയ്യുകയോ മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുകയോ അങ്ങനെ നിങ്ങളുടെ ചിലർ അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി മൊബൈലിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയോ ചെയ്യും. ഇതെല്ലാം ഉടമ്പടിയിൽ പൂജാഗിരികളാണ്. നിങ്ങൾക്ക് തോന്നണില്ല കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വിചാരിക്കരുത്. കർത്താവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലാതൊരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി 17:3 അങ്ങ് അരുളി ചെയ്തു ഉടമ്പടിയിലായിരിക്കുന്ന എബ്രാഹാം തന്റെ മുമ്പിൽ തന്നെ വ്യാപരിക്കണമെന്ന്. കർത്താവ് ലോകത്തിന്റെ മുമ്പില് ജഡത്തിന്റെ മുമ്പില് വ്യാപരിക്കാതെ അങ്ങനെ തിരുസന്നിധി വ്യാപരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ഇന്നലെ ഇവിടെ ഒരു ഉടമ്പടി എടുത്ത് ഒരു ചെടുത്തി, ഞാൻ വേറെ ഒരു സോഴ്സിൽ നിന്ന് കേട്ടതാണ്. ചെടുത്തിക്ക് 10-65 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവിടെ ബഹളം ഉണ്ടാക്കി അവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഇവർ നിന്ന് പറയുകയാണ്, ഇത് എങ്ങനെ പാലിക്കാൻ പറ്റുമെന്ന്. ഇതാണ് സംഭവം. അപ്പോൾ പല അണ്ണന്മാരും ചില ആൾക്കാരും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണത് അമ്മ പ്രസവിക്കണം, ഞാൻ ഇടയ്ക്ക് പറയല്ലേ, പശു പ്രസവിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതിയിടുന്ന പോലെ എന്തോ കലാപരിപാടിയാണെന്ന് വിചാരിച്ചാൽ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത്. നിങ്ങൾ ദൈവമായിട്ട് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടും ദൈവം ഒരു വ്യക്തി നിങ്ങളെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വിളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ്? നമ്മുടെ ഭാഗത്ത് റെസ്പോൺസ്, വി ഇൻവെസ്റ്റ് ഫെയ്ത്ത് അപ്പോൺ ദി കവനൻറ്റ്. നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം, പെർസീവിങ് ഫെയ്ത്ത്, നീണ്ടു നിന്ന വിശ്വാസത്തിന് നമ്മൾ വിശ്വസ്തതയെന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്ത് എനിക്ക് വിശ്വാസത്താലും വിശ്വസ്തതയാലും എബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളുടെ വിഷയം ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. ഉടമ്പടിയുടെ രീതി അറിയാമല്ല. ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി ഏത് കാലാവസ്ഥയിൽ പോയാലും, അയാൾ ഒരു കാലത്ത് തെണ്ടിപ്പോയാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും. അത് ദാവീദിനോടാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ദാവീദാണ്. അയാൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുതാപം അതിനേക്കാൾ, തൻ്റെ അബദ്ധത്തെക്കാൾ വലുതായിരുന്നു ദാവീദിൻ്റെ അനുതാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എക്സോർ വഴി ആരായാലും ചിലപ്പോൾ ജീവിതം അബദ്ധത്തിലായിരിക്കാം. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. നിന്റെ അബദ്ധത്തെക്കാൾ വലുതായിരിക്കണം നിന്റെ അനുതാപം എന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു. കൈയിട്ടിച്ച് കർത്താൻ പാട്. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിയമാവർത്തനം 7:12. അതായത് നിങ്ങൾ വിശ്വസ്തത പാലിച്ചാൽ കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും പാലിക്കും. അതാണ് വിഷയം. ഒരു പക്ഷേ ഒരു തകർച്ച ചില സമയത്ത് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തകർച്ചയൊക്കെ വരാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെ തകർന്നാലും ചിലർ ആ ഒരു ചെറിയ തകർച്ചയോടുകൂടി വേണ്ടൊന്നുമില്ല, ഒരു ജപ്തി നടപടി ഇടയ്ക്ക് കയറി വന്നാൽ മതി. അപ്പോൾ തന്നെ നിങ്ങളെ പമ്മാൻ തുടങ്ങും. എൻ്റെ അനുഭവത്തിൽ ഒരു 50% ഉടമ്പടി ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു. ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നതിൽ 100 പേര് വന്ന 50 പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നാളെ കാലങ്ങളിൽ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അവർ പമ്മി കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്നും ആ നിബന്ധനകളെ അനുസരിക്കുന്നതിൽ നിന്നും അവർ പതുക്കെ മാറും. എന്നിട്ട് അവർ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വായും പൊളിച്ച് കണ്ണും തുറിച്ച് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് റോങ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി കാലഘട്ടങ്ങളിലെ നിന്റെ പരിപാലനയുടെ ഭാഗമായി എന്റെ അനുഭവങ്ങൾ പ്രതികൂലമായാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ വിശ്വസ്തതയാൽ എന്നെ ഇപ്പോഴഭിഷേകം ചെയ്യണം. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഏറ്റവും വലിയ ഉടമ്പടി ദൈവം ചെയ്തത് ദാവീദുമായിട്ടാണ്. അതങ്ങനെ പറയാൻ കാര്യം, രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ്. അതിന് ദാവീദ് മറുപടി പറഞ്ഞത്, കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലെ സ്വന്തം ഭാര്യ അനുവദിക്കാതിരുന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു, ഞാൻ ഇടയ ബാലനായിരുന്നു, എന്നെ എൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്ക് എന്നെ അവകാശിയാക്കിയത്. ഇപ്പോഴെന്നോട് പറയുന്നു എൻ്റെ വംശത്തിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുക. പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. കാര്യം ബർശിബയോട് ദാവീദ് പറഞ്ഞായിരുന്നു, നിൻ്റെ ഭർത്താവിന് ഞാൻ കൊന്നു. എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഇന്ന് എനിക്ക് താങ്ങാനാവാത്ത ദുഃഖമുണ്ട്. പക്ഷേ നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും. അന്ന് നമ്മൾക്ക് വേണ്ടി പിറന്ന കുഞ്ഞിനെ ആയിരിക്കും ഞാൻ രാജാധികാരം കൊടുക്കുക. അത് ബർശിബയോട് ചെയ്ത വാക്കാണ്. അത് അബ്സലോം അറിഞ്ഞത് കൊണ്ടാണ് ദാവീദിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അബ്സലോം വടിതടി ആയുധങ്ങളുമായിട്ട് ദാവീദിനെ ഓടിച്ചിട്ടതും ദാവീദ് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നതും. ഇത് ഉടമ്പടിക്കാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഉടമ്പടിക്കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ നെഗറ്റീവായിട്ട് സംഭവിച്ചാലും, അപ്പോൾ ഹൂഷായി എന്ന ഒരാൾ ഉടനെ ദാവീദ് ഇങ്ങനെ അബ്സലോം ഓടിച്ചിട്ട് ജനങ്ങളും പട്ടാളവും എല്ലാം അബ്സലോമിൻ്റെ കൂടി ദാവീദിൻ്റെ കൂടെ അവസാനം കരിയുമ്പോൾ വരാൻ കയ്യിൽ പോലെ 5-8 പേരെ ഉണ്ടായുള്ളൂ. അയാൾ ഒലിവുമലയുടെ മുകളിൽ കൂടി ഓടി രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഷേമായി എന്ന് പറഞ്ഞ സാവൂളിൻ്റെ ബന്ധു ഇയാളെ കല്ല് പെറുക്കി എറിയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നലെ വരെ രാജാവായിരുന്നവനെ ഇന്നൊരു പ്രജ കല്ല് പെറുക്കി എറിയേൻ. അപ്പോൾ അത് അടുത്തുകൊണ്ട് ഹുഷായി കൂടാതെ ഹുഷായി പറയും, യജമാൻ ഈ തത്തപ്പെട്ട തല ഞാൻ എടുക്കുമെന്ന് പറയും. അപ്പോൾ ദാവീദ് പറയും, അടങ്ങുക. കർത്താവായിരിക്കും ചിലപ്പോൾ അവരോട് പറയണത് കല്ല് പെറുക്കി എറിയാൻ പറഞ്ഞത്. പിന്നെ കർത്താവ് പറഞ്ഞാൽ എനിക്കെങ്ങനെ എതിര് പറയാൻ പറ്റും? കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഈശോയിലൂടെ സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആകാശത്ത് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലും നിങ്ങൾ പതറിപ്പോകരുത്. യു മസ്റ്റ് ഗെറ്റ് ഓൺ. അതായത് അത് ഇതിൻ്റെ തൊള്ളതാണ്. ഇപ്പം നിങ്ങളവിടെ ഉറങ്ങാതെയും കഞ്ഞി കുടിക്കാതെയും അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാതെയും ഇങ്ങനെ അവസാദം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറരുത്. നിൻ്റെ ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കുക എന്നുള്ള ബോധ്യത്തിൽ തന്നെ നീ ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം വരെ നീ കാത്തിരിക്കണം. എന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ ദാവീദിൻ്റെ കാര്യം കണ്ടേ, 2 നിയമാവർത്തനം 2 സാമുവേൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 2 സാമുവേൽ 15:20. ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 15:20. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? ഇതാണ് ഹൂഷായിയോട് പറയണതാണ്. ഹൂഷായി ഇങ്ങനെയുടെ ഒരു സ്വന്തക്കാരനായിരുന്നു ദാവീദിൻ്റെ. പക്ഷേ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ്. ദാവീദിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ ഉപനാരികളെ മട്ടുപ്പാവിൽ വെച്ച് അബ്സലോം പരസ്യമായിട്ട് വ്യഭിചരിച്ചു. അങ്ങനെ ദാവീദിന് ഒരു വിലയും നിലയുമില്ലാതെ റെഡ്യൂസിൻ്റെ 0 മൈനസായിട്ട് വരികയും, അങ്ങനെ അവൻ തലയെ തുണിയിട്ട് ഞാൻ രാജാവല്ലേ, നാട്ടുകാരെ കല്ലെറിയുമ്പോൾ ഞാൻ രാജാവല്ലേ എന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത്. പക്ഷേ ഈ ഹൂഷായി എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും. കാര്യം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. അതാണ് ഹൂഷായി. അതാ ആ ഹൂഷായിയോട് ദാവീദ് പറയുന്ന മറുപടിയാണ്. അഗൈൻ റീഡ് ഇറ്റ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക, കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും. 2 സാമുവേൽ 10:15-20 പറയുന്നത്, ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പോയി ചാർജ് എടുത്തതിൻ്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത്. അത് ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ടാണ് പോകണമെന്നറിയാത്ത എന്നോട് കൂടി എന്തിനാണ് വരണത്? അതൊക്കെ ഉടമ്പടിയുടെ ആളാണ് ഈ ദാവീദ്. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്.
പക്ഷെ ഒരു നിമിഷം ദാവീദിൻ്റെ ജീവിതത്തിലും താൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാലാത്ത നിമിഷമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ദാവീദ് പറയുന്ന ഹൂഷയോട് പറയും, നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും. അത് പരിശുദ്ധാത്മാവും. നമ്മൾ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടു പോകത്തില്ല. അതൊന്ന് തിരിച്ചറിയണം. കൈ എട്ടിച്ച് കർത്താൻ സുഖല്ലേ. ദാവീദ് പെട്ടെന്ന് ഹൂഷയ്ക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും, കാര്യം ദാവീദിന് വിശക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നു, ഭയങ്കര പൊരിവെയിലിൽ 45 ഡിഗ്രി ചൂടിൽ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷയോട് പറയണതാണ്. എന്താ പറയണത്? നീ എൻ്റെ കൂടെ വരണ്ട. ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പോലും ഒരിക്കലും പിടിയില്ല. ഞാൻ നശിച്ചാലും നീ രക്ഷപ്പെടണം. നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ നമുക്കറിയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രികൾ ചില സമയത്ത് വരും. പക്ഷെ എന്നും രാത്രി ആകത്തില്ല, പ്രഭാതം വരും. ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ. കൈയടിച്ച് കിടത്താൻ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളെ എന്നെ ശ്രദ്ധിക്കുക. കർത്താവ് എന്നിലൂടെ സംസാരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമായാലും കഷ്ടപ്പാടായാലും കടമായാലും നിങ്ങൾ ഉടമ്പടിയിലാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകത്തില്ല. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോംവഴികളുമെല്ലാം ദൈവനിവേശിതമായിരിക്കും. ആ ദൈവനിവേശിതമായ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടോടുകൂടിയാണ് ദാവീദ് ഹൂഷായോട് പറയണത്, നീ വേഗം അബ്ദുലമിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണോ നിൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിച്ചത് അതുപോലെ മകനായി ഞാനും നിന്നെ ശുശ്രൂഷിക്കുമെന്ന് അബ്ദുലമിനോട് പറയുമ്പോൾ നിന്നെ അബ്ദുലം നിൻ്റെ അവൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് നീ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് രഹസ്യമായി വിവരം തരണം, നമ്മളൊരു ദിവസം കാണുമെന്ന് പറയും. അതാണ് സംഭവം. ആ ഒറ്റ തീരുമാനത്തിലാണ് ദാവീദ് തിരിച്ചു വരണത്. പക്ഷേ പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ദാവീദ് ഈ ഹൂഷായി മുതൽ അറിഞ്ഞിട്ട് ദാവീദ് തന്നെ പോയി ദാവീദിൻ്റെ കൈവശം കുറച്ച് കഴിയുമ്പോൾ പട്ടാളക്കാർ വരാൻ തുടങ്ങും, പലതരത്തിലുള്ള പട്ടാളക്കാർ. പിന്നെ അബ്സലോമിനെ തുരത്തി അവിടെ താമസിച്ച് വീണ്ടും ദാവീദ് രാജാവാകുമ്പോഴേ ഈ ഹൂഷായി പ്രധാനമന്ത്രിയാവും. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും വിചാരിക്കണം നിങ്ങളെ പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോഴേയുള്ള പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെടാതിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ല, സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈയിടിച്ച് കിടന്ന ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഞാൻ ആ സുവിശേഷത്തിന് വേണ്ടിയാണ് വിശ്വസ്തത്തിന് വേണ്ടിയാണ് വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് ചേർത്തി പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് എപ്പോഴും ഒരു വോൾട്ടേജ്
നഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഉടമ്പടി ജീവിക്കുന്നിടത്തോളം കാലം ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പളിച്ച വന്നാലും നമ്മൾക്ക് അവിശ്വസ്ത വന്നാലും ദൈവം 2 തിമോത്തി 2:13 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഈ തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ലാത്ത കൊണ്ട് നീ ദൈവമായിട്ടുള്ള കണക്ഷൻസ് നീ തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടാലും ദൈവം തൻ്റെ കണക്ഷൻ നഷ്ടപ്പെടുത്തത്തില്ല, ഫീസ് ഊരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഫീസ് വരും. അതെപ്പോഴും അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അവസാനം വിശന്ന് കുരഞ്ഞ് തല കറങ്ങി ഈ ഒലിവ് മല ഇറങ്ങി വരുന്ന ഒരു സാവൂളിനെ അല്ല ദാവീദിനെ വചനം പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ദാവീദിങ്ങനെ 10-12 ആൾക്കാരുമായിട്ട് ഇങ്ങനെ തകർന്നു വരികയാണ്. ഹുഷായിനെ പറഞ്ഞ് വിട്ടതിന് ശേഷം പിന്നെ മുമ്പോട്ട് പോയിട്ട് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ സീബ എന്ന് പറഞ്ഞൊരു വിശ്വസ്തം വരും. അതാണ് വിഷയം. നിന്നെ ടോട്ടലായിട്ട് നിൻ്റെ ദൈവം അബാൻഡൻ ചെയ്യത്തില്ല. ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.